ഇതൊരു കൽപ്പനയാണ്, സഹോദരവർഗത്തെ സ്നേഹിക്കുവിൻ. 1 പത്രോസ് 2:17. എല്ലാവരെയും ബഹുമാനിക്കുവിൻ, സഹോദരവർഗത്തെ സ്നേഹിക്കുവിൻ, ദൈവത്തെ ഭയപ്പെടുവിൻ. എങ്ങനെയാണ് നാം സഹോദരവർഗത്തെ സ്നേഹിക്കേണ്ടത്? ആരാണ് ഈ സഹോദരവർഗം? ദൈവസഭയിലെ വിശ്വാസികളാണ്. ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളെയാണ് ഈ സഹോദരവർഗം എന്ന് പറയുന്നത്. ഈ സഹോദരവർഗത്തെ നാം സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെയാണ് നാം സഹോദരവർഗത്തെ സ്നേഹിക്കേണ്ടത്. ക്രിസ്തു സഭയെ എങ്ങനെ സ്നേഹിച്ചു? തന്നെത്താൻ അവൾക്ക് വേണ്ടി സമർപ്പിച്ചു. സ്വന്തം ജീവൻ നൽകി, സ്വന്തം രക്തം നൽകി ക്രിസ്തു സഭയെ സ്നേഹിച്ചു. അതുകൊണ്ട് സഹോദരന്മാർക്ക് വേണ്ടി നമ്മളും പ്രാണൻ വെച്ചു കൊടുക്കണം. അങ്ങനെ സ്നേഹിക്കാനാണ് തിരുവചനം നമ്മോട് പറയുന്നത്. ഇന്ന് കുറ്റം പറഞ്ഞ് നടക്കുകയാണ് പലരുടെയും പ്രധാനപ്പെട്ട ജോലി. പക്ഷേ സഹോദരവർഗത്തെ സ്നേഹിക്കണം. ഏത് രീതിയിൽ? ക്രിസ്തു സ്നേഹിച്ചതുപോലെ അവർക്ക് വേണ്ടി സ്വന്തം പ്രാണനെ വെച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്നൊരു സ്നേഹം. എൻ്റെ സഭയിലെ വിശ്വാസിക്ക് വേണ്ടി ഞാൻ പ്രാണൻ വെച്ചു കൊടുക്കും. അങ്ങനെ ആത്മാർത്ഥത്തോട് പറയാം. എത്ര പേർക്ക് തയ്യാറാണ്? പറ്റുമെങ്കിൽ സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കണമെന്നല്ല, ഒരു കൽപ്പനയാണിത്. സഹോദരവർഗത്തെ സ്നേഹിക്കണം. 1 യോഹന്നാൻ 3:16. അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. ദൂരസ്ഥലത്ത് ജീവിക്കുന്ന വിശ്വാസികൾ, നമ്മളവരെ കണ്ടിട്ടില്ല. അമേരിക്കയിലോ ബ്രിട്ടനിലോ ആഫ്രിക്കയിലോ ഉള്ള വിശ്വാസികൾ, നമ്മളവരെ കണ്ടിട്ടില്ല. അവർക്ക് വേണ്ടി നമ്മുടെ പ്രാണനെ വെച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ? അവർ ഒരു രീതിയിലും നമുക്ക് ഇടർച്ച തരുന്നില്ല. അവർ നമ്മളെ ദ്രോഹിക്കുന്നില്ല, നമ്മുടെ പേര് അപമാനിക്കുന്നില്ല, നമ്മളെ ചൂഷണം ചെയ്യുന്നില്ല. നമുക്ക് ഒരു രീതിയിൽ ഇടർച്ച അവർ തരുന്നില്ല. നമ്മളവരെ കണ്ടിട്ട് പോലുമില്ല. ഒരു കാര്യം ശരിയാണ്, അവരെല്ലാം സഭയിലെ അംഗങ്ങൾ തന്നെയാണ്. നമ്മളൊരിക്കലും കാണാത്ത അറിയാത്ത അവർക്ക് വേണ്ടി നമ്മുടെ പ്രാണനെ എങ്ങനെ വെച്ചു കൊടുക്കാൻ സാധിക്കും? നാം നിത്യേന കണ്ടുമുട്ടുന്ന സഹോദരന്മാരാണ് നമ്മളെ വേദനിപ്പിക്കുന്നത്. അവരാണ് നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കുന്നത്. അവരാണ് പലപ്പോഴും നമുക്ക് ഇടർച്ച തരുന്നത്. അവരാണ് നമുക്ക് പലപ്പോഴും ദുസ്സഹമായ വേദന തരുന്നത്. അവർക്ക് വേണ്ടി നമ്മുടെ പ്രാണനെ വെച്ചു കൊടുക്കാൻ സാധിക്കും. പലരും എന്താ ചിന്തിക്കുന്നത്? ഞങ്ങളുടെ സഭയിലെ വിശ്വാസികളൊന്നും ശരിയല്ല, അവർക്ക് വേണ്ടിയിട്ടാണ് പ്രാണന വെച്ചു കൊടുക്കുന്നത്. കാരണം നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത എവിടെയോ ജീവിക്കുന്ന വിശ്വാസികളെ നമ്മൾ ഹൃദയത്തിൽ താലോലിച്ച് നടന്നാൽ അതിൽ പ്രത്യേകിച്ചിട്ടൊന്നും നമുക്ക് നഷ്ടപ്പെടാനില്ല. കാരണം അവരൊരു രീതിയിലും നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കുന്നില്ല, നമുക്കൊരു ബുദ്ധിമുട്ട് അവർ വരുത്തുന്നില്ല, കണ്ടിട്ട് പോലുമില്ല. പക്ഷെ നമ്മൾ നിത്യേന കാണുന്ന, നമ്മോട് ഇടപെടുന്ന പല വിശ്വാസികളും പല സഹോദരങ്ങളുമാണ് നമ്മളെ വേദനിപ്പിക്കുന്നത്. അവരെ സ്നേഹിക്കണം. എത്ര അളവ് വരെ സ്നേഹിക്കണം? അവർക്ക് വേണ്ടി സ്വന്തം പ്രാണനെ വെച്ചു കൊടുക്കുന്ന അളവ് വരെ അവരെ സ്നേഹിക്കണം. അതുണ്ടോ? നമുക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം ഇല്ലായിരിക്കാം, ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ അറിയില്ലായിരിക്കാം, പല ഭാഷകൾ നമുക്കറിയില്ലായിരിക്കാം, നല്ല ഓർമ്മശക്തി നമുക്കില്ലായിരിക്കാം, സാമ്പത്തിക ശേഷി ഇല്ലായിരിക്കാം, സൗന്ദര്യം ഇല്ലായിരിക്കാം, വചനപാണ്ഡിത്യവും ഒരുപക്ഷെ ഇല്ലായിരിക്കാം. പക്ഷേ സഹോദരന്മാരെ സ്നേഹിക്കുന്നൊരു ഹൃദയമുണ്ടെങ്കിൽ ദൈവസഭയുടെ വളർച്ചയ്ക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും നാം ഓരോരുത്തരും. മറ്റൊന്നും നമുക്കില്ല, പക്ഷേ സഹോദരന് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കാൻ, സഹോദരങ്ങളെ സ്നേഹിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമ്മെ കൊണ്ട് ദൈവത്തിൻ്റെ സഭയുടെ പണിയിൽ ഭാഗവാക്കുകളാക്കുവാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുക്കും. എത്ര ശുഭം എത്ര മോഹനം സോദരരൊത്തു വസിപ്പതോർത്താൽ. ഒരു ദൈവസഭയ്ക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിലും, അംഗസംഖ്യ ഉണ്ടെങ്കിലും, കെട്ടിട സമൃദ്ധി ഉണ്ടെങ്കിലും, ഐക്യവും സ്വരച്ചേർച്ചയില്ല എങ്കിൽ ഒരു പ്രയോജനവും ഇല്ല. 1 കൊരിന്ത്യർ 1:10. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ഐക്യമായി സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കാതെ ഏക മനസ്സിലും ഏകാഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ സഭകളുടെ അവസ്ഥ നോക്കുക. ഐക്യത്തിന് വേണ്ടി അല്ല, പലപ്പോഴും ഭിന്നിപ്പുണ്ടാക്കാൻ എൻ്റെ ഭാഗത്ത് വല്ല റോളും ഞാൻ നടത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അങ്ങനെയാണ് മനസ്സ് കർത്താവ്, എനിക്ക് സഭ എന്താണ് അതിൻ്റെ കാഴ്ചപ്പാടൊന്നും കിട്ടിയിരുന്നില്ല. ഇതൊരു സംഘടനയിലെ ആൾക്കാരല്ലേ ഞായറാഴ്ച ഒത്തുകൂടുന്നു, അതൊക്കെ ഞാൻ സ്തോത്ര കാഴ്ചയിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നു. അതിനേക്കാൾ അപ്പുറമായിട്ട് ഇത് ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ
അംഗങ്ങളാണ്, ക്രിസ്തുവിനെ കാണുന്നത് പോലെ തന്നെ ഇവരെയും കാണണം എന്നുള്ള കാഴ്ചപ്പാട് എനിക്ക് കിട്ടിയിരുന്നില്ല എന്നുള്ളത് ഓർത്ത് മാനസാന്തരപ്പെടും. ഇതിൽ നമ്മൾ ആരും വിജയിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഞാനും നിങ്ങളും ഒന്നും വിജയിച്ചിട്ടില്ല. കാരണം ഇന്ന് ഇതൊന്നല്ല കാണുന്നത്, നമ്മൾ മറ്റൊരു സംസ്കാരമാണ് ഇന്ന് സഭകളിൽ കാണുന്നത്. അതുകൊണ്ട് ഇതൊക്കെ എങ്ങനെ പ്രായോഗികമാക്കാൻ സാധിക്കുമെന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഇതാണ് വാസ്തവം, ഇത് മാത്രമാണ് വാസ്തവം, ഇതാണ് ഒറിജിനൽ സഭ. ഡ്യൂപ്ലിക്കേറ്റ് അല്ല നമുക്ക് വേണ്ടത്, യഥാർത്ഥ സഭയാണ് വേണ്ടത്. സങ്കീർത്തനം 133. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അത് വസ്ത്രത്തിൻ്റെ വിളിമ്പിലേക്ക്, നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹരോൻ്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവൻ്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞ് പോലെയും ആകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. റോമാലേഖനം 12 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങൾ ഉണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല താനും. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളും ആകുന്നു. ക്രിസ്തു ശിരസ്, ആ ശിരസിൻ്റെ ഉടലാണ് സഭ. ആ ഉടലിലെ അഥവാ ശരീരത്തിലെ അവയവങ്ങളാണ് ഓരോ വിശ്വാസി. ഒരു ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്നു. കൈയിന് കാലിൻ്റെ സഹായം ആവശ്യമാണ്. മൂക്കിനും കണ്ണിനും തലച്ചോറിനും എല്ലാ അവയവങ്ങൾക്കും പരസ്പരം സഹായം സ്വീകരിച്ചേ പറ്റൂ. അവയവങ്ങളുടെ പ്രത്യേകത തമ്മിൽ തമ്മിൽ സഹകരിക്കുന്നു, മറ്റൊരവയവത്തെ സഹായിക്കുന്നു, മറ്റൊരവയവത്തിൻ്റെ സഹായം ഇങ്ങോട്ട് സ്വീകരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ദൈവസഭയിലെ ഒരു വിശ്വാസിക്ക് ഞാൻ വലിയ ആത്മീയനാണ്, മറ്റു വിശ്വാസികളുടെ സഹായമോ സഹകരണമോ എനിക്ക് വേണ്ട എന്ന് പറയാൻ സാധ്യമല്ല. ശരീരത്തിലെ ഒരു അവയവമാണെങ്കിൽ മറ്റെല്ലാ വിശ്വാസികളുടെയും സഹായവും സഹകരണവും ഈ അവയവത്തിനും ആവശ്യമാണ്. അതുപോലെ തന്നെ ഒരവയവം ഇങ്ങനെ ചിന്തിക്കരുത്, ഒരു വിശ്വാസി ഇങ്ങനെ ചിന്തിക്കരുത്, എനിക്ക് കഴിവില്ല, സൗന്ദര്യമില്ല, എനിക്ക് താലന്തില്ല, ഞാൻ മുഖാന്തരം ആർക്കും ഒരു പ്രയോജനം ലഭിക്കാൻ പോകുന്നില്ല, അഥവാ ഞാൻ എന്തെങ്കിലും ചെയ്താൽ തന്നെ അത് സഭയ്ക്ക് ഒരു ആത്മീയ വളർച്ചയുണ്ടാകില്ല. അങ്ങനെ ചിന്തിച്ച് ഒരു അപകർഷതാബോധത്തോടെ പിന്നിലേക്ക് തിരിയരുത്. എന്താ കാരണം? ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും ഓരോ വ്യത്യസ്ത ധർമ്മം അനുഷ്ഠിക്കാനുണ്ട്. എല്ലാ അവയവങ്ങളും അതിൻ്റെ ധർമ്മം അനുഷ്ഠിച്ചാൽ മാത്രമേ സഭ അല്ലെങ്കിൽ ശരീരം ആരോഗ്യമുള്ള ഒന്നായിട്ട് മാറൂ. അതുകൊണ്ട് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല എനിക്ക് മറ്റുള്ളവരുടെ സഹായം ആവശ്യമില്ല, ഞാൻ എന്നിൽ തന്നെ പൂർണ്ണനാണ്. ഇത് സഭയിലെ ഒരു അവയവമായതുകൊണ്ട് കൊടുക്കലിലൂടെയും വാങ്ങലിലൂടെയുമാണ് സഭ വളരുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കുക. മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രബോധനം പറയുന്നു, എന്തെല്ലാം കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്നുണ്ട് സഭയിൽ ചെന്നാൽ. അതുപോലെ നമ്മളിൽ നിന്നും ചിലത് അവരും സ്വീകരിക്കുന്നുണ്ട്. ഇങ്ങനെ കൊടുക്കലിലൂടെയും വാങ്ങലിലൂടെയും വളരുന്നതാണ് ദൈവസഭ. അതുകൊണ്ട് തമ്മിൽ പ്രബോധിപ്പിക്കണം, തെറ്റിതിരുത്തണം, ശാസിക്കണം, ബലഹീന വിശ്വാസികളെ ബലപ്പെടുത്തണം. സഭയിൽ പരസ്പരം മത്സരമല്ല, സഭയിൽ പരസ്പരം സഹകരണമാണ്. ഇന്ന് പലപ്പോഴും നേരെ മറിച്ചാണ് നടക്കുന്നത്, എല്ലായിടത്തും അല്ല. സഭയിൽ തമ്മിൽ സഹകരണമാണ്, മത്സരമല്ല. കാരണം ഒരവയവത്തിന് മറ്റൊരവയവത്തിൻ്റെ സഹായവും ഉപദേശവും സാമീപ്യവും ആവശ്യമാണ്. അങ്ങനെയാണ് ദൈവം സഭയെ നിർമ്മിച്ചിട്ടുള്ളത്. ഒരവയവത്തിനും ശരീരത്തിൽ നിന്ന്
വേർപെട്ട് നിൽക്കാൻ സാധിക്കില്ല. വേർപെട്ടാൽ പിന്നെ അത് അവയവമല്ല, അത് ഉണങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. എബ്രായ ലേഖനം 3:13 നിങ്ങൾ ആരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവീൻ. എബ്രായ ലേഖനം 3:13 നിങ്ങൾ ആരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവീൻ. എബ്രായ ലേഖനം 10:24-25 ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. വിശ്വാസികളെ പ്രബോധിപ്പിക്കണം, പ്രോത്സാഹിപ്പിക്കണം, തെറ്റിതിരുത്തണം. ഓരോ വിശ്വാസിയിലും പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ തെറ്റ് കാണിച്ചു തരുന്നു, നമുക്ക് പ്രോത്സാഹനം തരുന്നു, നമുക്ക് മാർഗനിർദ്ദേശം തരുന്നു. ഇതുപോലെ നമ്മളിൽ ഈ പരിശുദ്ധാത്മാവുള്ളത് കൊണ്ട് മറ്റൊരു വിശ്വാസി തെറ്റിൽ വീണാൽ, അബദ്ധം അതിൽ അവൻ അകപ്പെട്ടാൽ, നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് നമുക്ക് പ്രേരണ തരും. അവനെ പ്രബോധിപ്പിക്കണം, അവനെ തെറ്റിതിരുത്തണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് സഭയിൽ ഒരു വിശ്വാസി എന്തെങ്കിലും അബദ്ധങ്ങളോ മറ്റോ കാണിക്കുമ്പോൾ അവനെ തിരുത്താനായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം ഉണ്ടാകുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളെ വ്യക്തിപരമായി തെറ്റിതിരുത്തുന്നു, മറ്റുള്ളവരുടെ തെറ്റിതിരുത്താൻ പ്രേരണ തരികയും ചെയ്യും. അതുകൊണ്ട് ഇനി മറ്റുള്ളവരുടെ തെറ്റൊക്കെ തിരുത്തട്ടെ എന്ന് പറഞ്ഞ് പരകാര്യത്തിൽ ഇങ്ങനെ ഇടപെട്ട് ഓടി നടക്കരുത്. പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നതിനനുസരിച്ച് പരിജ്ഞാനത്തോടെയാണ് അത് ചെയ്യേണ്ടത്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എന്നെ ഗുരുവെന്ന് വിളിക്കുന്നു, കർത്താവ് എന്ന് വിളിക്കുന്നു, ഞാൻ അപ്രകാരം തന്നെയാണ്. ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ കാലുകൾ കഴുകിയെങ്കിൽ നിങ്ങൾ തമ്മിൽ കാലുകൾ കഴുകണം. വെള്ളം കൊണ്ട് മാത്രമല്ല നമുക്ക് കാല് കഴുകാൻ സാധിക്കുന്നത്. ഒരു വിശ്വാസിയുടെ ജീവിതമാകുന്ന വസ്ത്രത്തിൽ അഴുക്ക് പറ്റിയിരിക്കുന്നത് കണ്ടാൽ അവനെ തിരുത്തുകയും അവനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ നമ്മൾ പരിശ്രമിക്കുകയും വേണം. അത് അവൻ്റെ കാല് കഴുകി കൊടുക്കുന്നതിന് തുല്യമാണ്. ഇനി നമ്മുടെ ജീവിതത്തിലും അഴുക്ക് പറ്റി പുരണ്ടാൽ, വേറെ ഏതെങ്കിലും സഹോദരൻ നമ്മളുടെ തെറ്റ് കാണിച്ച് നമ്മളെ തിരുത്താൻ വന്നാൽ, എന്നെ തിരുത്താൻ നീ ആരാ എന്ന് ചോദിക്കാതെ എൻ്റെ കാല് നീ കഴുകിക്കോ എന്ന് പറയാനുള്ള താഴ്മ നമുക്കുണ്ടാകണം. അതാണ് തമ്മിൽ കാലുകളെ കഴുകാൻ തയ്യാറാകണം. എന്നത് നടക്കുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ തെറ്റുകളും കുറവുകളും നമുക്ക് കണ്ടുപിടിക്കുവാൻ സാധിക്കും. പക്ഷേ നമുക്ക് കണ്ടുപിടിക്കുവാൻ സാധിക്കുന്നതിനേക്കാളും പുറമേ ഉള്ള ഒരു വ്യക്തിക്ക് അത് എളുപ്പം കണ്ടുപിടിക്കാൻ സാധിക്കും. ആരും പൂർണ്ണരല്ല. കാരണം തമ്മിൽ കാലുകൾ കഴുകണം. എന്താണെന്നറിയോ? ദൈവസഭയിൽ ആരും വലിയവരില്ല. ദൈവസഭയിൽ ആരെങ്കിലും ചെറിയവരുണ്ടോ? ചെറിയവരുമില്ല. അതതിൻ്റെ പ്രത്യേകത. ലോകത്തിലെ സംഘടനകളിൽ എന്തുണ്ട്? വലിയ ആൾക്കാരുണ്ട്. നമുക്ക് അവരുടെ അടുത്തേക്ക് ചെല്ലാൻ പേടിയാവും. ദൈവസഭയിൽ മഹാന്മാരില്ല. എല്ലാവരും ക്രിസ്തുവിൻ്റെ എളിയ ദാസന്മാരും സഹോദരന്മാരുമാണ്. അങ്ങനെയാണ് ദൈവസഭ. ലോകത്തിൽ എവിടെയും ഇതില്ല. എല്ലാം സ്ഥാനമാനങ്ങളാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, നിങ്ങളാരും നേതാവാകരുത്, ഞാനാണ് നിങ്ങളുടെ നേതാവ്. നിങ്ങൾ പിതാവ് എന്ന പേര് എടുക്കാൻ പാടില്ല. നിങ്ങൾ തമ്മിൽ സഹോദരന്മാരാണ്. ഇത് ദൈവസഭയിലല്ലാതെ വേറെ എവിടെയാണ് കാണാൻ സാധിക്കുക? പക്ഷേ ഇന്ന് ഈ ഉപദേശങ്ങൾക്ക്, ക്രിസ്തുവിൻ്റെ വചനത്തിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതെ മനുഷ്യൻ്റെ പാരമ്പര്യങ്ങൾക്ക് പ്രാധാന്യം ഏറി വരികയാണ്. അത് വന്നാലും അതിന് നടുവിലും ദൈവം നോക്കുന്നത്, എൻ്റെ വചനങ്ങൾക്ക് ആര് വില കൊടുക്കും? സംഘടനകളൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ നടുവിൽ നീ ജീവിക്കുമ്പോൾ എൻ്റെ വചനത്തിന് എത്ര സ്ഥാനം നീ കൊടുക്കുന്നുണ്ട്? ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. ഇനി ദൈവസഭയിൽ അപ്പസ്തോലന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, ഇടയന്മാരുണ്ട്, ഉപദേഷ്ടാക്കന്മാരുണ്ട്, ഒക്കെയുണ്ട്. അവർ ദൈവസഭയിലെ വിശ്വാസികളെ പ്രബോധിപ്പിച്ച് തളർന്നു പോകുന്ന വിശ്വാസികളെ ധൈര്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ബർണബാസും പൗലോസും ഒരിക്കൽ ശോധനയിലൂടെ കടന്നു പോകുന്ന വിശ്വാസികളുടെ അടുത്ത് ചെന്ന് അവരെ ബലപ്പെടുത്തി. ഇത് നമ്മുടെയും ശുശ്രൂഷയാണ്. ദൈവസഭയിൽ നിന്ന് പലരും ക്ഷീണിച്ചും തളർന്നും, അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ തളർന്നും ക്ഷീണിച്ചുമാണ് വരുന്നത്. അവരെ പ്രോത്സാഹന വാക്കുകൾ കൊടുത്ത് ഒന്ന് താങ്ങുവാൻ നമുക്ക് സാധിക്കും. പണം കൊടുക്കാൻ സാധിച്ചില്ല എങ്കിലും ഒരു സ്നേഹത്തിൻ്റെ വാക്ക് പറയാൻ നമുക്ക് സാധിക്കണം. അതിനാണ് ദൈവസഭയിൽ നമ്മെ ആക്കി വെച്ചിട്ടുള്ളത്.
അപ്പസ്തോല പ്രവർത്തനങ്ങൾ 14-ാം അധ്യായം 22-ാം വാക്യം. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നുവെന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോകുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 14-ാം അധ്യായം 22-ാം വാക്യം. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നുവെന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോകുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും ചിലരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, അവരുടെ വിശ്വാസത്തെ പ്രശംസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അർഹരായവരെ പ്രശംസിക്കുവാനും പ്രോത്സാഹിപ്പിക്കാനും നമ്മൾ മടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കർത്താവ് അത് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ശതാധിപൻ്റെ വിശ്വാസത്തെ യേശു പരസ്യമായി അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. മത്തായി 8:10. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു ഒരു പരീശൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുകയാണ്. ഒരു പാപിനിയായ സ്ത്രീ വന്നു. അവൾ അനുതാപം കൊണ്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. ക്രിസ്തുവിൻ്റെ കാൽ അവൾ കണ്ണുനീർ കൊണ്ട് നനച്ചു, തൻ്റെ തലമുടി കൊണ്ട് തുടച്ചു. ക്രിസ്തുവിൻ്റെ കാലിൽ അവൾ പരിമള തൈലം കൊണ്ട് പൂശി. ഇത് കണ്ടപ്പോൾ കർത്താവ് എന്താണ് പറഞ്ഞത്? അവൾ എന്നെ അധികമായി സ്നേഹിച്ചു. ആ വീട്ടിൻ്റെ ഉടമസ്ഥൻ ഈ രീതിയിൽ ക്രിസ്തുവിനെ പരിചരിച്ചില്ല. ഇവളാകട്ടെ ക്രിസ്തുവിനോടുള്ള സ്നേഹനിമിത്തം അവൾക്ക് ചെയ്യാവുന്നതിന് പരമാവധി ചെയ്തു. അങ്ങനെ ക്രിസ്തുവിനോടുള്ള തൻ്റെ സ്നേഹം ഈ സഹോദരി ആ രീതിയിൽ പ്രദർശിപ്പിച്ചപ്പോൾ പരസ്യമായി ആ ഭവനത്തിൽ അവൾ അഭിനന്ദിക്കുകയാണ് കർത്താവ് ചെയ്തത്. വായിക്കട്ടെ. ലൂക്കോസ് 7-ാം അധ്യായം 46 തൊട്ട് 47 വരെ. നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല, ഇവളോ പരിമള തൈലം കൊണ്ട് എൻ്റെ കാൽ പൂശി. ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. അല്പം മോചിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. നമ്മുടെ വിഷയം എന്താണ്? ദൈവസഭയിൽ വിശ്വാസികൾ തമ്മിൽ പ്രബോധിപ്പിക്കുകയും തമ്മിൽ പ്രോത്സാഹിപ്പിക്കുകയും വേണം. ബെഥനിയിൽ കർത്താവായ യേശു ക്രിസ്തു പോയി. അവിടെ 2 സഹോദരിമാർ, മർത്തയും മറിയവും. ഒരാൾ അടുക്കള ജോലിക്ക് പോയി. മറിയം മറ്റൊന്നും ചെയ്യാതെ ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുവാനായി ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലിരുന്നു. അപ്പോൾ ക്രിസ്തു അവളെ പ്രോത്സാഹിപ്പിച്ചു, അവളെ അഭിനന്ദിച്ചു. എന്തു പറഞ്ഞിട്ടാണ്? ലൂക്കോസ് 10:42. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയം നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇന്നിവിടെ വന്നിരിക്കുന്നവർ നല്ല അംശം തിരഞ്ഞെടുത്തവരാണ്. വേറെ എത്രയോ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, പക്ഷെ എല്ലാം മാറ്റിവെച്ച് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ മറ്റെല്ലാം മാറ്റിവെച്ച് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ വരുന്നവരെ കർത്താവ് പ്രോത്സാഹിപ്പിക്കും, പ്രചോദനം കൊടുക്കും. കർത്താവിനറിയാം ഇവരുടെ സമയം, അതിന് മാക്സിമം യൂട്ടിലിറ്റി വചനം കേൾക്കുമ്പോഴാണ് കിട്ടുന്നത് എന്നുള്ള കാര്യം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ലൂക്കോസ് 22:28. നിങ്ങളാകുന്നു എൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവർ. സാധാരണക്കാരൊക്കെ പലപ്പോഴും കർത്താവിന് വിട്ടുപോയി, ശിഷ്യന്മാർ വിട്ടുപിരിയാതെ നിന്നു. അതിനെ അവരെ അഭിനന്ദിക്കുകയാണ്. നിങ്ങളാകണ് എൻ്റെ പരീക്ഷയിൽ എന്നോടുകൂടെ നിലനിന്നവർ. അപ്പോൾ ശിഷ്യന്മാരെയും കർത്താവ് പ്രോത്സാഹിപ്പിച്ചു. ദൈവത്തിൻ്റെ സഭയിൽ എല്ലാവരും തുല്യരാണ്. ചിലർ കരുതും ഞാനാണ് സഭയുടെ നട്ടല്ലേ, ഞാനില്ലെങ്കിൽ സഭ ഉണ്ടാകില്ല. അങ്ങനെ ചിന്തിക്കരുത്. ദൈവസഭയിൽ എല്ലാവരെയും ദൈവം അവയവങ്ങളാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് എല്ലാ അവയവങ്ങൾക്കും പ്രത്യേക ധർമ്മമുണ്ട്. ഒരവയവത്തിൻ്റെ പ്രവർത്തനവും നിസ്സാരമല്ല. എല്ലാ അവയവങ്ങളും അതിൻ്റെ ധർമ്മം നിർവഹിച്ചാൽ മാത്രമേ സഭയുടെ മൊത്തമായ അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ഞാനില്ലെങ്കിൽ കാണാമായിരുന്നു, ഞാനാണ് സഭയുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്, ഇങ്ങനെ ഒരു അഹങ്കാര ചിന്ത ആർക്കും പാടില്ല. കാരണം സഭയിൽ നമ്മുടെ സ്ഥാനം എന്താണ്? അവയവം എന്ന സ്ഥാനമാണ്. ആ അവയവത്തിൻ്റെ ധർമ്മമാണ് നമ്മൾ ചെയ്യുന്നത്. പഴയ നിയമത്തിൽ ദൈവം ചില പ്രവാചകന്മാരെ മാത്രം സെലക്ട് ചെയ്ത് ജനത്തോട് പറയേണ്ട ആലോചന പ്രവാചകനോട് അറിയിച്ചു കൊടുത്തു. എല്ലാവരോടും ദൈവം നേരിട്ട് സംസാരിച്ചില്ല, പ്രവാചകന്മാരെ അതിനായിട്ട് തിരഞ്ഞെടുത്തു. പുതിയ നിയമസഭയിൽ ദൈവത്തെ പ്രതിനിധീകരിക്കേണ്ടത് ദൈവസഭയാണ്. 1-2 വിശ്വാസികളല്ല, ഒറ്റപ്പെട്ട വ്യക്തികളല്ല, മൊത്തം ദൈവസഭയാണ്. ദൈവസഭയാണ് ക്രിസ്തുവിൻ്റെ ശരീരത്തെ ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ പ്രതിനിധീകരിക്കേണ്ടത്. ഏതെങ്കിലും 1-2 വിശ്വാസിയല്ല, ദൈവസഭ ഒരു യൂണിറ്റ് എന്ന രീതിയിൽ ക്രിസ്തുവിൻ്റെ സാക്ഷ്യം വഹിക്കണം. പഴയ നിയമത്തിൽ അങ്ങനെയല്ല, ഏതാനും ചില ഒറ്റപ്പെട്ട വ്യക്തികൾ. ഇന്ന് ക്രിസ്തു പ്രവർത്തിക്കുന്നത് തൻ്റെ ശരീരത്തിലൂടെയാണ്, സഭയിലൂടെയാണ്.
അതൊരു യൂണിറ്റാണ്. അവിടെ ചെറിയവരില്ല, വലിയവരില്ല. ഒരേ ആത്മാവ് തന്നെയാണ് വിശ്വാസികൾക്ക് വ്യത്യസ്തങ്ങളായ വരം നൽകുന്നത്. അവർ വിശ്വസിക്കുന്നത് ഒരു കർത്താവിനെ, അവർ ഏറ്റിരിക്കുന്ന സ്നാനം ഒന്ന്. അതുകൊണ്ട് ഇവിടെ പക്ഷഭേദമില്ല. ഒരുവനേക്കാളും വലിയവൻ മറ്റുള്ളവനായി മാറുന്നില്ല. എല്ലാവരും തുല്യരാ. റോമാലേഖനം 12:4-8 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. എന്നാൽ ഓരോരുത്തന് ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിന് നൽകപ്പെടുന്നു. ഒരുത്തിന് ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനവും മറ്റൊരുത്തിന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനവും നൽകപ്പെടുന്നു. മറ്റൊരു വിശ്വാസിക്ക് വലിയ കൃപാവരം ലഭിച്ചിരിക്കുന്നു, എനിക്ക് അത്രമാത്രം കൃപാവരം ലഭിച്ചില്ലല്ലോ എന്നോർത്ത് ഖേദിക്കരുത്. മറ്റൊരുവന് ഉള്ള കൃപാവരത്തെയോ മറ്റെന്തെങ്കിലും കാര്യത്തെയോ നമുക്കുള്ളതുമായിട്ട് താരതമ്യം ചെയ്ത് അവന് കൂടുതൽ എനിക്ക് കുറച്ച് അങ്ങനെ ഒരു നിരാശയിലെത്താൻ പാടില്ല. അത് അസൂയയിലേക്കാണ് നമ്മെ കൊണ്ടുപോകുക. ദൈവസഭയിലെ എല്ലാ വിശ്വാസികൾക്കും ഒരു കൃപാവരമെങ്കിലും ദൈവം കൊടുത്തിട്ടുണ്ട്. നാം എല്ലാവരും ശരീരത്തിലെ അവയവങ്ങളായതുകൊണ്ട് ഓരോ അവയവത്തിനും ദൈവസഭയുടെ പണിക്ക് വേണ്ടി എന്തെങ്കിലും കാര്യം ദൈവം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഹൃദയം ചിന്തിക്കുകയാണ്, ഞാൻ എത്രമാത്രം അധ്വാനിക്കുന്നു, പക്ഷെ ആരും എന്നെ കാണുന്നില്ല. എന്നാൽ ഈ ശരീരത്തിലെ മുഖമോ, എല്ലാവരും മുഖത്തെയാണ് കാണുന്നത്, ശ്രദ്ധിക്കുന്നത്. എന്നാൽ അകത്ത് കഠിനാധ്വാനം ചെയ്യുന്ന ഹൃദയത്തെ ആരും കാണുന്നില്ല. അങ്ങനെ മുഖത്തെ നോക്കി ഈ ഹൃദയം പരിഭവിക്കുകയാണെങ്കിൽ ആ ഹൃദയത്തിന് അസൂയാനുണ്ടാകുക. എന്ന് വെച്ചാൽ ചില വിശ്വാസികൾ എല്ലാവരാലും ചിലപ്പോൾ അറിയപ്പെട്ടു എന്ന് വരും, ചിലർ ആരാലും അറിയപ്പെട്ടു എന്ന് വരികയില്ല. പക്ഷേ അവരും കഠിനമായിട്ട് അധ്വാനിക്കുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവസഭയിൽ വലിയവരോ ചെറിയവരോ ഇല്ല. ഞാൻ മറഞ്ഞിരുന്ന് ദൈവത്തിൻ്റെ സഭ പണിയണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് പരസ്യമായി അറിയപ്പെടുന്നവരുടെ ശുശ്രൂഷയല്ല എനിക്കുള്ളത്. എന്നെ ദൈവം ശരീരത്തിൽ ഒരു ഹൃദയമായി മറഞ്ഞിരിക്കുന്ന ഒരു അവയവമായിട്ടാണ് ഘടിപ്പിച്ചിട്ടുള്ളതെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും യോജിച്ച സ്ഥാനം. അല്ലെങ്കിൽ പരാതിയാണ്, ദൈവമേ നീ എന്നൊരു ചെറുവിരലാക്കിയത് എന്തുകൊണ്ടാണ്? ചുരുങ്ങിയ പക്ഷം ഒരു കണ്ണെങ്കിലും എന്നാക്കാമായിരുന്നില്ലേ? അവർക്കൊക്കെ എത്രമാത്രം ശുശ്രൂഷകളാണ്, അവരിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു, എന്നിലൂടെയോ എന്നെ നാലാൾ അറിയുപോലുമില്ല. ഇങ്ങനെയുള്ളൊരു ചിന്ത വരരുത്. കാരണം ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും തുല്യ പ്രാധാന്യമുണ്ട്. എന്നെ ശരീരത്തിലെ ഏത് സ്ഥാനത്താണോ ദൈവം ഘടിപ്പിച്ചിട്ടുള്ളത് ആ സ്ഥാനത്ത് നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഞാൻ ദൈവസഭയ്ക്ക്, ശരീരമാകുന്ന സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടാവുന്നുള്ളൂ. അല്ലാത്ത പക്ഷം ഞാൻ മറ്റുള്ളവർക്കുള്ളതിനെ നോക്കി, അല്ലെങ്കിൽ മറ്റു വിശ്വാസികളുടെ സമ്പത്തിനെ നോക്കി, അവരുടെ സൗകര്യത്തെ നോക്കി, അവർക്കുള്ള മറ്റു പലതിനെയൊക്കെ നോക്കി ഞാൻ അസൂയപ്പെട്ടാൽ ശരീരത്തിലെ ഒരു അവയവം എന്ന രീതിയിൽ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം എനിക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. ഒരു വിശ്വാസിയെ ദൈവം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കാണുമ്പോൾ നമുക്ക് എന്താണ് ആ വിശ്വാസിയോട് തോന്നേണ്ട വികാരം? നാം ശിരസ്സുമായിട്ട് ഗാഢബന്ധം പുലർത്തുന്നവരാണ് എങ്കിൽ മറ്റൊരു വിശ്വാസിയെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകും. നാം ശിരസ്സുമായി ഗാഢബന്ധം പുലർത്താത്തവരാണ് എങ്കിൽ, ശിരസ് ക്രിസ്തുവാണ്, നമുക്ക് മറ്റുള്ളവരുടെ അസൂയ ഉണ്ടാകും. എനിക്ക് അവസരം ലഭിച്ചില്ല, എന്നെ തഴഞ്ഞു. ഇതൊക്കെ വരുന്നത് ഒന്നാമത് ശരീരമാണ് സഭ എന്നുള്ള കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ട്, മാത്രമല്ല ശിരസ്സുമായി ഗാഢബന്ധം വെച്ച് പുലർത്താത്തത് കൊണ്ടാണ്. കാരണം ഇവിടെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഷൈൻ ചെയ്യുക എന്നുള്ള വിഷയമേ ഇല്ല. എല്ലാവരും മൊത്തമായിട്ട് ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ചിലർ പ്രബോധിപ്പിക്കുന്നു, ചിലർക്ക് പരിശുദ്ധാത്മാവിന് കൃപാവരങ്ങളാൽ വീരപ്രവൃത്തികൾ ചെയ്യാൻ കഴിവുണ്ട്. ചിലർ ട്രാക്റ്റ് കൊടുക്കുന്നു, ചിലർ പ്രസംഗിക്കുന്നു, ചിലർ പാട്ടുപാടുന്നു, ചിലർ ഭവന സന്ദർശനം നടത്തുന്നു. ചിലർ ചെയ്യുന്ന ശുശ്രൂഷ ആരും അറിയാത്ത രീതിയിലായിരിക്കും. ചിലർ ഫോണിലൂടെ സുവിശേഷം അറിയിക്കുന്നു, ആരും കാണുന്നില്ല, അറിയുന്നില്ല. ഏത് രീതിയിലായാലും ഒരേ ഒരു ലക്ഷ്യം, എൻ്റെ പേർ നാലാൾ അറിയണം എന്നുള്ളതല്ല, മറിച്ച് ശരീരമായ സഭയുടെ പുരോഗതിക്ക് വേണ്ടി ഒരംഗം എന്ന നിലയിൽ ഞാൻ പ്രവർത്തിക്കുന്നു. ദൈവം എന്നെ ഏൽപ്പിച്ച
ആ ദൗത്യം എനിക്ക് നിറവേറ്റണം. 1 കൊരിന്ത്യർ 12:26. അതിനാൽ ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു. ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടെ സന്തോഷിക്കുന്നു. ഇതാണ് നാം കൂടിവരുന്ന സഭയിൽ 40 വിശ്വാസികളാകാം, അടുത്ത സഭയിൽ 400 വിശ്വാസികളാകാം. ഒരിക്കലും അസൂയപ്പെടരുത്. അവിടെ 400 വിശ്വാസികളുണ്ടല്ലോ, അതോർത്ത് സന്തോഷിക്കുകയാണ് വേണ്ടത്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അടുത്ത വിശ്വാസി ചെയ്യുന്നല്ലോ, അതോർത്ത് സന്തോഷിക്കുകയാണ്. ഒരവയവത്തിന് മാനം ലഭിക്കുമ്പോൾ എല്ലാ അവയവങ്ങളും സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൽ ശ്രദ്ധിക്കുക, കണ്ണ്, മൂക്ക്, വായ്, കൈയും കാലും, ഇതൊക്കെ അതതിൻ്റെ സ്ഥാനത്ത് ആരാ ഘടിപ്പിച്ചിട്ടുള്ളത്? കർത്താവല്ലേ. നമ്മുടെ ശരീരത്തെ അത്ഭുതകരമായിട്ട് ദൈവം മെനഞ്ഞു. കണ്ണിരിക്കേണ്ട സ്ഥാനത്ത് കണ്ണ്, വായിരിക്കേണ്ട സ്ഥാനത്ത് വായ്, കൈയിരിക്കേണ്ട സ്ഥാനത്ത് കൈ. നാം ഘടിപ്പിച്ചതല്ല, കർത്താവാണ് ഘടിപ്പിച്ചത്. ഇതുപോലെ ദൈവസഭയിൽ ഓരോ വിശ്വാസിയെ തൻ്റെ ശരീരത്തിലെ ഏത് അവയവമാക്കി ഘടിപ്പിക്കണമെന്ന് കർത്താവ് തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മളെ ചെറുവിരലാക്കിയിട്ടുള്ളത് നമ്മുടെ തിരഞ്ഞെടുപ്പല്ല, അത് കർത്താവാണ്. നാം ശരീരത്തിലെ കണ്ണാണെങ്കിൽ നാം തിരഞ്ഞെടുത്തതല്ല, നമ്മളെ കണ്ണാക്കി കർത്താവ് വെച്ചതാണ്. നാം ശരീരത്തിലെ ഹൃദയമാണ് എങ്കിൽ നമ്മളല്ല തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ഒരിക്കലും ചെറുവിരൽ ചിന്തിക്കരുത്, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, ഞാനൊരു ചെറുവിരലാണ്, പക്ഷേ ഈ സ്ഥാനം എനിക്ക് ഒട്ടും യോജിച്ചതല്ല, കണ്ണാകണം എനിക്ക്. അങ്ങനെ ചെറുവിരലിൻ്റെ ഡ്യൂട്ടി ചെയ്യാതെ കണ്ണിൻ്റെ ഡ്യൂട്ടി ചെയ്യാൻ ശ്രമിച്ചാൽ എന്താണ് സംഭവിക്കുക? ഒരിക്കലും ചെറുവിരലിന് കണ്ണിൻ്റെ ഡ്യൂട്ടി ചെയ്യാൻ സാധിക്കില്ല. മാത്രമല്ല, അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചാൽ ചെറുവിരലിൻ്റെ ദൗത്യം ചെറുവിരൽ ചെയ്യുന്നില്ല. ഇന്ന് ചിലർ മറ്റു പലരുടെയും ശുശ്രൂഷകൾ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. അവർ പ്രസംഗിക്കുന്ന പോലെ, അവർ ഭൂതങ്ങളെ പുറത്താക്കുന്നത് പോലെ, അല്ലെങ്കിൽ അവർ ആക്രോശിക്കുന്നത് പോലെ, ഇങ്ങനെ മറ്റു പലരും ചെയ്യുന്ന ശുശ്രൂഷകൾ അതാണ് ഏറ്റവും നല്ലത് എന്ന് മോഹിച്ച് ഇവർ ഏത് സ്ഥലത്തിരിക്കുന്നുവോ അതിനെ മറന്ന് ഈ പറയുന്നവരുടെ ശുശ്രൂഷ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം എന്താ സംഭവിക്കുക? ചെറുവിരൽ കണ്ണാകാൻ പരിശ്രമിച്ചാൽ സഭയ്ക്ക് നഷ്ടമാണ്. കാരണം ചെറുവിരലിൻ്റെ സേവനം സഭയ്ക്ക് ലഭ്യമാകുന്നില്ല. ഇനി ചെറുവിരൽ കണ്ണായാൽ ഒരിക്കലും വിജയിക്കില്ല. ആരെയെങ്കിലും നമ്മൾ അനുകരിച്ച് എന്തെങ്കിലും ചെയ്താൽ ഒരിക്കലും അത് വിജയിക്കില്ല. പക്ഷേ മനസ്സിലാക്കേണ്ടത്, എൻ്റെ ഒരു ചെറുവിരലാകാനാണ് കർത്താവ് ആഗ്രഹിച്ചിട്ടുള്ളത്. ഈ സ്ഥാനം മാത്രമാണ് എനിക്ക് യോജിക്കുന്നത്. ഞാൻ വേറെ ഏതെങ്കിലും ഒരു അവയവത്തിൻ്റെ ഡ്യൂട്ടി ഏറ്റെടുക്കാൻ ശ്രമിച്ചാൽ അതും പരാജയമാകും. മാത്രമല്ല, ചെറുവിരൽ എന്ന രീതിയിൽ ശരീരത്തെ സഹായിക്കേണ്ട ആ ദൗത്യം എന്നിലൂടെ നടക്കുകയുമില്ല. ഇന്ന് സംഭവിച്ചത് ഇതാണ്. അതായത് ദൈവം അവരെ ഓരോ സ്ഥാനത്താക്കി വെച്ചു. എന്നാൽ ഇവർ സഭകളിലേക്ക് പോയപ്പോൾ പല രീതിയിലുള്ള ശുശ്രൂഷകൾ കണ്ടു. ഭയങ്കര ചാട്ടം, ഭയങ്കര ബഹളം, ഭയങ്കര തിക്കും തിരക്ക്. അപ്പോൾ അവർക്ക് തോന്നി ഇതൊക്കെയാണ് ശുശ്രൂഷ. ഞാനിങ്ങനെ ചടഞ്ഞുകൂടിയിരുന്നാൽ കാര്യം നടക്കുമൊന്നുമില്ല. കാരണം 4 ആൾ അറിയണമെങ്കിൽ, എന്തെങ്കിലും വിടുതലൊക്കെ ഒന്ന് വേണമെങ്കിൽ, എന്തെങ്കിലും ഒച്ചപ്പാടും ബഹളവും 4 ചാട്ടമൊക്കെ ചാടിയില്ലെങ്കിൽ കാര്യം നടക്കുകയില്ല. ശരി, അപ്പോൾ ഇവരുടെ സേവനം സഭയ്ക്ക് നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. ഇവരെ ദൈവം ഏത് സ്ഥാനത്താക്കിയിട്ടുണ്ടോ ആ സ്ഥാനത്ത് നിലനിന്നാൽ മാത്രമേ ദൈവസഭയ്ക്ക് മുതൽക്കൂട്ടാവുകയുള്ളൂ. ഓരോരുത്തരും ശരീരത്തിൽ അവർ ഏത് അവയവങ്ങളായിട്ട് നിൽക്കുവാനാണോ ദൈവം കണ്ടിട്ടുള്ളത് അതേ അവയവങ്ങളായിട്ട് നിന്നാൽ മതി. ഇത് തിരിച്ചറിഞ്ഞാൽ അവിടെ വടംവലിയില്ല, അഹങ്കാരമില്ല, അനുകരണ ഭ്രമമില്ല, ശുശ്രൂഷ കൊതിയില്ല, 4 ആൾ അറിയണമെന്നുള്ള യാതൊരു വേവലാതിയും ഇല്ല. ചിലരിങ്ങനെ ചിന്തിക്കും, ഞാനില്ലെങ്കിൽ ദൈവസഭ തകർന്നു പോകും. മാത്രമല്ല, എൻ്റെ ശുശ്രൂഷയാണ് ഏറ്റവും വലിയ ശുശ്രൂഷ. ഞാൻ വചനം പറഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ വഴിതെറ്റിപ്പോകും. ഞാൻ സഭയെ നയിച്ചില്ല എങ്കിൽ സഭ പിന്നെ ഉണ്ടാകില്ല. അതുകൊണ്ട് എൻ്റെ ശുശ്രൂഷയാണ് മറ്റുള്ളവരുടെ ശുശ്രൂഷകളെക്കാളൊക്കെ വലിയ ശുശ്രൂഷ. ഇത് അഹങ്കാരം വരാൻ സഹായിക്കുന്ന ഒരു ചിന്താഗതിയാണ്. ഇന്ന് പലപ്പോഴും അറിയാതെ പലരുടെയും ചിന്ത ഇതാണ്, ദൈവസഭയിൽ എൻ്റെ ശുശ്രൂഷയാണ് മറ്റുള്ളവരുടെ ശുശ്രൂഷകളെക്കാളൊക്കെ കേമം.